ഏപ്രിൽ 23-നാണ് പശ്ചിമബംഗാൾ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ 15 വർഷമായിട്ട് അധികാരത്തിലിരിക്കുന്ന മമതാ ബാനർജി അവരൊരിക്കലും ഏറ്റവും ശക്തിയായ നേതാവാണ്. പക്ഷേ മമതയെ താഴെ ഇറക്കാനുള്ള കാര്യമായ ശ്രമമാണ് BJP നടത്തുന്നത്. കഴിഞ്ഞ തവണ വരെ ഏതാണ്ട് അതിനടുത്തെത്തിയതാണ്. ഇത്തവണ BJPക്ക് അതിന് കഴിയുമെന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. ഇടതുപക്ഷമാണെങ്കിൽ ദീർഘകാലം അധികാരത്തിലിരുന്നിട്ട് പോലും അവരിന്ന് ഏതാണ്ട് ഒന്നുമല്ലാതായിരിക്കുന്നു. അങ്ങനെ ഒരു മമത BJP ഫൈറ്റാണ്, അല്ലെങ്കിൽ മമതയും കേന്ദ്രത്തിലെ BJP സർക്കാരും തമ്മിലൊരു ഫൈറ്റാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ വളരെ എക്സ്റ്റൻസീവായിട്ട് യാത്ര ചെയ്തിട്ടുള്ള ഡോക്ടർ K ജയപ്രസാദ്, രാഷ്ട്രീയ നിരീക്ഷകൻ, അദ്ദേഹത്തിന് പശ്ചിമ ബംഗാളിനെ കുറിച്ച് കൂടുതൽ ഗ്രൗണ്ടിലെ വിവരങ്ങൾ അറിയാൻ കഴിയും. അദ്ദേഹം നമ്മളോട് സംവദിക്കുകയാണ്. നമസ്തേ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വലിയ പ്രതീക്ഷയോടുകൂടിയാണ് മത്സരിച്ചത്. പക്ഷെ അവർക്ക് 77 സീറ്റേ കിട്ടിയുള്ളൂ. പക്ഷെ 40% വോട്ട് കിട്ടി. കാരണം തൊട്ടു മുമ്പത്തെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 42-ൽ 18 സീറ്റ് കിട്ടിയിരുന്നു. ആ ഒരു പ്രതീക്ഷയുമായാണ് ബംഗാൾ പിടിക്കാൻ BJP ശ്രമിച്ചത്. ഇപ്പോൾ അവർക്ക് 5 വർഷം കാത്തിരിക്കേണ്ടി വന്നിരിക്കുന്നു. ഇനി ഇത്തവണ BJPക്ക് അവരുടെ ലക്ഷ്യം കൈവരിക്കാൻ കഴിയും. ബംഗാളിലെ കഴിഞ്ഞ 15 വർഷത്തെ തുടർ ഭരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് മമതാ ബാനർജി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് മുന്നേറുന്നത്. അപ്പൊ ഈ പശ്ചാത്തലത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയത്തില് BJP താരതമ്യേന ഒരു പുതിയ കക്ഷിയാണ്. പുതിയ കക്ഷി എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, മുഖ്യധാരയിലേക്ക് BJP കടന്നു വരുന്നത് 2016 ശേഷമാണ്. ശരിക്കും 2021 തെരഞ്ഞെടുപ്പിലാണ് BJPക്ക് 2 അംഗങ്ങള് ബംഗാൾ അസംബ്ലിയിൽ ലഭിക്കുന്നത്. 77. 2011 എനിക്ക് തോന്നുന്നു 4%, 4%. 2011 BJPക്ക് ലഭിച്ചത് ഏതാണ്ട് 4% വോട്ടാണ് ലഭിച്ചത്. 2011 3 സീറ്റുകളാണ്. വോട്ടെന്ന് ഏതാണ്ട് 10% ലഭിച്ചിരുന്നു. പക്ഷെ 3 സീറ്റുകളാണ് ലഭിച്ചത്. 2011 3 സീറ്റാണ് ലഭിച്ചത്. അന്ന് BJPക്ക് 10.7% വോട്ട് ലഭിക്കേണ്ടായി. 2016 വരുമ്പോൾ BJPക്ക് 3 സീറ്റ് തന്നെയാണ്, പക്ഷെ 10.63% വോട്ടായിട്ട്. പക്ഷെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് BJP അവിടെ മുഖ്യധാരയിലേക്ക് അതായത് അതിനു മുമ്പ് പ്രതിപക്ഷത്തിരുന്ന CPM-ഉം കോൺഗ്രസും ആയിരുന്നെങ്കിൽ BJP തൃണമൂൽ കോൺഗ്രസിന് ബദലായ പാർട്ടിയായിട്ട് മുന്നേറുന്നത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റുകൾ നേടിക്കൊണ്ടാണ്. 42 ലോകസഭാ മണ്ഡലങ്ങളിൽ 18 സീറ്റുകൾ നേടിക്കൊണ്ട് വന്നു. അപ്പൊ തുടർന്ന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 77 സീറ്റ് ലഭിക്കുകയുണ്ടായി. അപ്പം BJP അപ്പോൾ അവിടെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ നിന്ന് ഏതാണ്ട് കോൺഗ്രസും CPM-ഉം നാമാവശേഷമായി പൂർണ്ണമായിട്ടും അവര് നിയമസഭയിൽ 0 സീറ്റിലേക്ക് ഒതുങ്ങി. അതായത് പശ്ചിമ ബംഗാളിന്റെ നിയമസഭയിൽ നിന്ന് CPM-ഉം കോൺഗ്രസും പൂർണ്ണമായിട്ടും ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് പശ്ചിമ ബംഗാൾ മാറി എന്നുള്ളതും 2021 പ്രത്യേകതയാണ്. അപ്പൊ ഇവിടെ എടുത്തു പറയേണ്ട ഒരു വിഷയം, BJP മുഖ്യ പ്രതിപക്ഷ പാർട്ടിയാകുന്നത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അവിടുത്തെ നിയമസഭയിൽ. അപ്പൊ അതുവരെ ഒരു കാലഘട്ടത്തിൽ 2015 ശേഷം കോൺഗ്രസിനും പിന്നീട് CPM-ഉമായിരുന്നു അവിടുത്തെ പ്രധാന പ്രതിപക്ഷം. പക്ഷെ മമതാ ബാനർജിയുടെ ഒരു പ്രത്യേകത, 2011 ഇലക്ഷനിൽ അവർ 294 മണ്ഡലങ്ങളിൽ അന്ന് TMCക്ക് ലഭിക്കുന്നത് ഏതാണ്ട് 184 സീറ്റ് ലഭിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു വോട്ടിംഗ് ശതമാനം കുറച്ച് കുറവായിരുന്നു. ആദ്യത്തെ തെരഞ്ഞെടുപ്പില് ചതുഷ്കോണ മത്സരമായിരുന്നു. അതായത് ചില മണ്ഡലങ്ങളിൽ BJP ഉണ്ട് ആ സമയത്ത്, അതുപോലെ CPM അവിടുത്തെ പ്രധാന ഭരണകക്ഷി എന്നുള്ള തലത്തിൽ CPM ഒരു ഭാഗത്ത്, കോൺഗ്രസ് മറുഭാഗത്ത്. അപ്പം പ്രതിപക്ഷം ഡിവൈഡഡ് ആയിട്ടുള്ളൊരു പ്രതിപക്ഷമായിരുന്നു. അന്ന് TMCക്ക് ലഭിച്ചത് 38.93%. അധികം LDF-ന് 1% അധികം വോട്ട്. അതെ 184 സീറ്റ് ലഭിച്ചു. അന്ന് CPM-ന് 40 സീറ്റ് ലഭിച്ചു. പക്ഷെ അന്ന് 30.8% വോട്ടിലേക്ക് കുറയുകയാണ് ചെയ്തത് CPM ആ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ അന്ന് കോൺഗ്രസ് പാർട്ടിക്ക് 9% വോട്ട് ലഭിച്ചു, 42 സീറ്റ് ലഭിച്ചു. അപ്പോൾ അതായത് 2011 നിയമസഭയിൽ പ്രധാന പ്രതിപക്ഷത്തിലേക്ക് കോൺഗ്രസ് ഉയർന്നു വന്നു. 2016 വരുമ്പോഴത്തേക്കും
TMC കുറച്ചുകൂടി നില മെച്ചപ്പെടുത്തി 211 സീറ്റിലേക്ക് ഉയർന്നു. അവര് വോട്ട് 44%. ഏതാണ്ട് ഏറ്റവും ഹയർ ഷെയർ അവർക്ക് ലഭിക്കുന്നത് സ്റ്റേറ്റ് അസംബ്ലിയിൽ ആദ്യമായിട്ട് ലഭിക്കുന്നത് 2016 44.91% വോട്ട് ലഭിച്ചു. കോൺഗ്രസ് പാർട്ടിക്ക് ആ സമയത്തും 2016 44 സീറ്റ് നിയമസഭയിൽ ലഭിച്ചു. 12.25% വോട്ട് അവർക്ക് ലഭിച്ചു. CPM-ന് 26 സീറ്റിലേക്ക് ചുരുങ്ങിയായിരുന്നു. നേരത്തെ 40 സീറ്റിൽ നിന്ന് 26 ചുരുങ്ങി 19.75 BJP വെറും 3 സീറ്റിലാണ് ആ സമയം 2016 BJPക്ക് ലഭിക്കുന്നത്. 10.63% വോട്ട് ലഭിച്ചു. ഈ BJPയുടെ വളർച്ച എന്ന് പറയുന്നത് ഒരേ സമയത്ത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്കും അവർക്ക് കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ ലെഫ്റ്റിന്റെ വോട്ട് ബാങ്ക് ഒരേ രീതിയിൽ BJPക്ക് സ്വാധീനം ഉണ്ടാക്കി. നമ്മളത് സൂക്ഷ്മമായി പരിശോധിക്കുകയാണെങ്കിൽ BJPയുടെ ഗ്രോത്തില് അതിന് സൈമൾട്ടേനിയസ് ആയിട്ട് അതിന് സമാന്തരമായിട്ട് കോൺഗ്രസിന്റെയും CPM-ന്റെയും വോട്ട് ഷെയർ താഴെ ഉണ്ടാകും. കാരണം തൃണമൂൽ കോൺഗ്രസ് 1998 രൂപീകരിച്ച കോൺഗ്രസിൽ നിന്ന് മാറിയ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പൊ തൃണമൂൽ കോൺഗ്രസിന്റെ വളർച്ച അടിസ്ഥാനപരമായി കോൺഗ്രസിനെ തകർത്തുകൊണ്ടാണ് തൃണമൂൽ വളർന്നത്. പക്ഷെ എന്നാൽ പോലും കോൺഗ്രസ് അവിടെ മോശമില്ലാത്ത രീതിയിലും നിന്നിരുന്നു. ഇത് ഏറ്റവും എനിക്ക് അത്ഭുതാവഹമായിട്ട് തോന്നുന്നത് തൃണമൂൽ കോൺഗ്രസ് ശക്തമായിട്ട് എതിർക്കുന്നത് BJP വർഗീയ പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷെ വാജ്പേയി അഡ്വാനിയായിട്ട് വളരെ നല്ല ബന്ധം പുലർത്തുകയും വാജ്പേയി മന്ത്രിസഭയിൽ NDAയുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് എന്ന് എനിക്ക് തോന്നുന്നു. ബംഗാളിൽ അവർ കേന്ദ്രത്തില് വാജ്പേയി മന്ത്രിസഭയിൽ എനിക്ക് തോന്നുന്നു റെയിൽവേ മന്ത്രിയായിരുന്നു. ഇടക്കാലത്ത് അവർ രാജിവെച്ചു, പക്ഷെ പിന്നെ തിരികെ വരൂ എന്തൊക്കെയോ ചെയ്തിരുന്നു അല്ലെ. അപ്പം അങ്ങനെ ഒരു ആന്റി BJPism വന്നത് അവർക്ക് അധികാരം കിട്ടിയതിന് ശേഷമാണെന്ന് തോന്നുന്നു. അല്ല, അങ്ങനെയല്ല. നമ്മൾ ഇതിനെ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് 1998 തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ അത്ര വലിയ ശക്തിയുള്ള പാർട്ടിയായിരുന്നില്ല. അന്ന് BJPയും അവിടെ വലിയ ശക്തിയുള്ള പാർട്ടിയായിരുന്നില്ല. അപ്പം അന്ന് ഗൂർഖ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്ഥാനങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു NDA അലയൻസിലേക്ക് വരികയും GNLF പോലെ. അപ്പൊ ആ തരത്തില് ജസ്വന്ത് സിംഗ് ഒക്കെ അങ്ങനെ BJPയും ഇതും കൂടെ ഒരു കോമ്പിനേഷനിൽ വർക്കൗട്ട് ചെയ്യും. NDAയുടെ ഭാഗമായി NDA ഗവൺമെന്റിലേക്ക് വന്നു. അപ്പൊ നമ്മൾ കാണുന്നത് 2006 തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും തൃണമൂൽ കോൺഗ്രസ് കുറച്ചുകൂടെ പ്രതിപക്ഷത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വന്നു. അത് കഴിഞ്ഞ് 2011 തൃണമൂൽ കോൺഗ്രസ് മുഖ്യ രാഷ്ട്രീയ ഭരണകക്ഷിയായിട്ട് മാറി. അപ്പം നമ്മൾ ഒരു പാർട്ടിയുടെ വളർച്ചയിൽ അവർ സ്വീകരിച്ചിട്ട നയങ്ങളും മുഖ്യധാരയിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന നയങ്ങളും ഡിഫറൻ്റ് ആണ്. എന്തുകൊണ്ടാണ് ശക്തമായ BJP വിരുദ്ധ സ്റ്റാൻഡ് അവർക്ക് എടുക്കേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ 2016 ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും പശ്ചിമ ബംഗാളിൽ കോൺഗ്രസിനെയും CPM-നെയും ഏതാണ്ട് അതിന്റെ അസ്തമനം ആയിക്കഴിഞ്ഞു. അതിന്റെ അവസാന ദിശയിലേക്ക് അവർ തൃണമൂൽ കോൺഗ്രസ് എത്തിച്ചിരുന്നു. പക്ഷെ ഇതിന് ബദലായി എന്താ വന്നത്? ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് BJP അവിടെ വൻ ശക്തിയായി, പുതിയ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ പോലും പുതിയ രാഷ്ട്രീയ മണ്ഡലത്തിൽ പുതിയ ശക്തിയായിട്ട് BJP യുഗം അവിടെ പിറക്കുകയാണ്. അത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട്, നമ്മുടെ സർവേകളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് 18 സീറ്റ് 42 ലോക്സഭാ മണ്ഡലങ്ങളിൽ 18 സീറ്റ് നേടി BJP മുന്നിൽ വരുന്നത്. ഏതാണ്ട് 40% വോട്ടും ആ സമയത്ത് BJPക്ക് ലഭിച്ചിരുന്നു. അപ്പൊ അത് സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നീട് അതൊരു ബൈപ്പോളർ പൊളിറ്റിക്സിലേക്ക് തിരികെയാണ്. അപ്പം പശ്ചിമ ബംഗാളിന്റെ രാഷ്ട്രീയം നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഭാഗത്ത് പശ്ചിമ ബംഗാളിന്റെ ഡെമോഗ്രഫിയും കൂടെ നമ്മുടെ മുന്നിൽ വരണം. ഇതില് എനിക്ക് തോന്നുന്നു നേരത്തെ ഇപ്പൊ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ന്യൂനപക്ഷങ്ങളുടെ അല്ലെങ്കിൽ നുഴഞ്ഞു കയറ്റക്കാരുടെ ഒരു വിഷയമാണെന്ന് ഇപ്പൊ BJP പ്രധാനമായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ ന്യൂനപക്ഷക്കാർക്ക് അല്ലെങ്കിൽ ഇവർക്ക് വോട്ടർ പട്ടികയിൽ ഇടം നൽകാനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് ആരായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ന് പാർലമെന്റ് മെമ്പർ ആയിരുന്ന മമതാ ബാനർജി പാർലമെന്റിൽ ഇതിനെതിരെ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഈ നുഴഞ്ഞു കയറ്റക്കാർക്കെതിരായിട്ടുള്ള ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം അവര് നുഴഞ്ഞു കയറ്റക്കാരുടെ ആളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഒന്ന് മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം അവർ കുറെ വികസന പരിപാടികൾ, സ്ത്രീകൾക്കുള്ള പദ്ധതികളൊക്കെ നടത്തിയിട്ട് ഒരു അവർക്ക് അവരുടേതായ ഒരു വോട്ട് ബാങ്ക് അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു 15 വർഷത്തെ ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായിട്ടും മമതാ ബാനർജിക്കെതിരെ ഉണ്ടാവും. മറുഭാഗത്ത് BJP ആണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ മുഴുവൻ ആശീർവാദത്തോടുകൂടി അല്ലെങ്കിൽ അമിത്ഷായുടെ നേതൃത്വത്തിൽ അവര് ചെയ്യുന്നത് ഈ നുഴഞ്ഞു കയറ്റം അതിനെതിരായിട്ടുള്ള ഒരു വിഷയം എടുത്തിടുക. അപ്പം ഈ ഒരു വിഷയത്തിൽ ആർക്ക് മേധാവിത്വം കിട്ടും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അല്ല, അത് മാത്രമല്ല, ശരിക്കും നമ്മൾ ഒരു സ്റ്റേറ്റിന്റെ രാഷ്ട്രീയ
പ്രക്രിയ നമ്മൾ കുറച്ചുകൂടി വിശാലമായ രീതിയിൽ നമുക്ക് നോക്കിക്കാണാം. ഒന്ന്, പശ്ചിമ ബംഗാളിലെ ഒരു പുതിയ രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടായി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം BJP മുഖ്യധാരയിൽ വരികയും ഒരു പരിധിവരെ കോൺഗ്രസും CPM-ഉം രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒന്നുമല്ലാതായി മാറുകയും ചെയ്തു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും CPM നിയമസഭയിൽ പങ്കാളിത്തമില്ലാതെയുമായി. അപ്പൊ ഈ പശ്ചാത്തലത്തിൽ ഒരു മുഖ്യ പ്രതിപക്ഷമായിട്ട് BJP മാറുകയും ഭരണപക്ഷത്ത് തൃണമൂൽ കോൺഗ്രസ് വരികയും ചെയ്തു. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, BJP പ്രധാനമായിട്ടും അവിടുത്തെ ഹിന്ദു വിഭാഗങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന് CPM-ന്റെയും കോൺഗ്രസിന്റെയും തകർച്ചയോടെ ഏതാണ്ട് ഇന്നത്തെ ജനസംഖ്യയിൽ 30-32% വരുന്ന മുസ്ലിം ജനതയുടെ പൂർണ്ണ സപ്പോർട്ടാണ്. നമ്മൾ എടുത്തു പറയുന്ന ഒരു വിഷയം, പശ്ചിമ ബംഗാളിൽ 2019 ആകുമ്പോഴത്തേക്കും ബൈപോളാർ പൊളിറ്റിക്സിലേക്ക് മാറി. ഒരു ഭാഗത്ത് BJP-യും മറുഭാഗത്ത് TMC-യുമാണ്. അപ്പൊ അതുവരെ നമ്മൾ കണ്ടിരുന്ന കോൺഗ്രസ് ലെഫ്റ്റ് ഫ്രണ്ട്, കോൺഗ്രസ് ലെഫ്റ്റ് ഫ്രണ്ട്, തൃണമൂൽ കോൺഗ്രസ് എന്നുള്ള ത്രികോണ മത്സരങ്ങൾ നടന്നൊരു കാലഘട്ടത്തിൽ നിന്ന് പിന്നീട് BJP മുഖ്യധാരയിലേക്ക് വരികയും ഒരു TMC വേഴ്സസ് BJP എന്നുള്ളൊരു പുതിയ പൊളിറ്റിക്സ് അവിടെ എമർജ് ചെയ്തു. അപ്പൊ ഇതിലാണ് ഞാൻ പറഞ്ഞത് ഡെമോഗ്രഫി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അവിടുത്തെ മുസ്ലിം സമൂഹത്തിന്റെ ഒരു വിഷയം, വെസ്റ്റ് ബംഗാളില് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് 61 സെൻസസിലാണെങ്കിൽ ഏതാണ്ട് 16% മുസ്ലിം ജനസമൂഹം ഉണ്ടായിരുന്നു. പിന്നീട് അത് ഗ്രാജുവലായിട്ട് വളർന്നു. ഒരുപാട് കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് റവന്യൂ റെക്കോർഡ്സ് ഒക്കെ കൊടുത്ത് CPM-ന്റെ 34 വർഷത്തെ തുടർ ഭരണത്തിലുണ്ടായ ഒരു അവസ്ഥയാണ്. അപ്പൊ അതിനെ തുടർന്നുണ്ടായ സാഹചര്യം. പിന്നീട് ഈ പുതിയ പോളറൈസേഷൻ വന്നപ്പോൾ മുസ്ലിം മൈനോറിറ്റി പൂർണ്ണമായിട്ടും TMC-യെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ വരികയും അപ്പൊ TMC-യെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമൂഹം ഏറ്റവും സോളിഡ് ആയിട്ടുള്ള വോട്ട് ബാങ്കായിട്ട് മാറി. അപ്പം തൃണമൂൽ കോൺഗ്രസിന്റെ ആദ്യകാല ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹം പ്രധാനമായിട്ടും ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നവർ. അല്ല, അതുകൊണ്ടാണ് അവർ അന്ന് നേരത്തെ ഈ നുഴഞ്ഞുകയറ്റത്തിനെതിരായിട്ടൊക്കെ ശക്തമായ നിലപാട് സ്വീകരിച്ചവർ അവരുടെ വോട്ട് ബാങ്ക് ആയിട്ട് ഇവർ മാറുകയാണ്. അത് തന്നെയാണ് ഒരു കാലഘട്ടത്തിൽ അവർ ഈ മുസ്ലിം പ്രീണന പോളിസിയായിട്ടാണ് CPM അവിടെ മുന്നോട്ട് പോയത്. അപ്പൊ അതിനെതിരായിട്ട് ഇവർ പ്രതികരിച്ചവരായിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിലാണ് BJP-യുമായിട്ട് സഹകരിക്കുന്നതും ആ തരത്തിൽ മുന്നേ. പക്ഷേ പിന്നീടുണ്ടായ രാഷ്ട്രീയ ധ്രുവീകരണത്തിൽ TMC മുഖ്യധാരയിലേക്ക് വരികയും ഒരു കാലഘട്ടത്തിൽ CPM-ന്റെയും കോൺഗ്രസിന്റെയും വോട്ട് ബാങ്ക് ആയിരുന്ന 100% അവരെ പിന്തുണച്ചിരുന്ന മുസ്ലിം സമൂഹം ബ്ലോക്കായിട്ട് TMC-യിലേക്ക് വരികയും ചെയ്യുമ്പോഴത്തേക്കും അതായത് 2020 ശേഷം രൂപപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയിൽ TMC എന്ന് പറയുന്നത് അവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷത്തെ പൂർണ്ണമായിട്ടും പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറുകയും അതിനോടൊപ്പം TMC-യുടെ പരമ്പരാഗതമായ സപ്പോർട്ട് ബേസും സ്ത്രീകളുടെ ഇടയിൽ, യുവാക്കളുടെ ഇടയിലൊക്കെ ഇടതുപക്ഷത്തിനെതിരായ അല്ലെങ്കിൽ ഇടതുപക്ഷം തകർത്തെറിഞ്ഞ ഒരു സ്റ്റേറ്റിൽ അവിടെ നിന്ന് ലക്ഷക്കണക്കിന് പേര്, കോടിക്കണക്കിന് ബംഗാളികൾ മാനുവൽ ജോലി തേടി മറ്റു സ്റ്റേറ്റിലേക്ക് അഭയാർത്ഥികളെ പോലെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയ CPM-നെതിരായ വെറുപ്പ്, ഇതെല്ലാം കൂടെ ഉണ്ടായ സാഹചര്യത്തിന്റെ ഗുണഭോക്താവായത് TMC-ആണ്. അവർ പറയുന്നത് BJP എന്ന് പറയുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ പാർട്ടിയാണ്, ബംഗാളി പാർട്ടിയല്ല, ഞങ്ങളാണ് ബംഗാളി അസ്മിത, ബംഗാളി ഐഡന്റിറ്റി ഞങ്ങളതാണ് എന്നുള്ളൊരു പ്രചരണമാണ് അവർ നടത്തുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ബംഗ്ലാദേശിലെ കലാപങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അതിൽ ഉൾപ്പെട്ടിരുന്ന ആളുകളൊക്കെ തന്നെ ബംഗാളിലേക്ക് വന്നിരുന്നു. ഈ TMC-യുടെ നേതാക്കൾ തന്നെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോവുകയും അല്ലെങ്കിൽ ബംഗ്ലാദേശി പൗരന്മാരായിട്ടുള്ള ആളുകൾ TMC ഉണ്ടാവുകയൊക്കെ അങ്ങനെ ഒരു വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഏറ്റവും അധികം SIR-ന് ഇപ്പോഴത്തെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനെതിരായിട്ട് അവർ ശക്തമായ നിലപാടെടുത്തത്. അതേപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനെതിരെ, ഇപ്പൊ അവരാണ് ഇലക്ഷൻ കമ്മീഷനെ ഇംപീച്ച് ചെയ്യാൻ പറഞ്ഞത്. പക്ഷെ ഇലക്ഷൻ കമ്മീഷനെ വളരെ ശക്തമായ നിലപാടാണ് എടുക്കുന്നത്. ഇപ്പൊ ചീഫ് സെക്രട്ടറിയെ മാറ്റാൻ പറഞ്ഞു, അതേപോലെ തന്നെ DIG ചീഫ് സെക്രട്ടറിയെ മാറ്റാൻ പറഞ്ഞു, ഹോം സെക്രട്ടറിയെ മാറ്റാൻ പറഞ്ഞു, അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ലോ ആൻഡ് ഓർഡറിനെ മാറ്റാൻ പറഞ്ഞു. അപ്പൊ വളരെ ശക്തമായ നിലപാടാണ് ഒരു ഭാഗത്ത് ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പരിതസ്ഥിതിയിൽ എത്ര രൂക്ഷമാണ് ബംഗാളിലെ സ്ഥിതി? അല്ല, ബംഗാളിൽ ഇപ്പൊ വളരെ വ്യക്തമായ ഒരു പോളറൈസേഷൻ ഉണ്ടായിട്ടുണ്ട്. 2-3 ഘടകങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് അനുകൂലമായി വരുന്നുണ്ട്. ഒന്ന്, 15 വർഷത്തെ തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണത്തിനെതിരായ ജനവികാരം ഉണ്ടായിരുന്നു. അപ്പൊ നേരത്തെ തൃണമൂൽ കോൺഗ്രസ് അവിടെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയ ഒരു പ്രസ്ഥാനം, അതായത് 34 വർഷത്തെ CPM-ന്റെ കിരാതമായ ഒരു ഭരണവ്യവസ്ഥക്കെതിരായി വന്ന അതിനെതിരെ പോരാടി വന്ന ഒരു യുവജന നേതാവായിട്ടാണ് തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും മുന്നിലേക്ക് വരുന്നത്. അതിൽ നിന്ന് അതൊരു ഭരണകക്ഷിയായിട്ട് മാറി. അവര് തന്നെ ഗുണ്ടായിസം നടത്താൻ തുടങ്ങി. അത് രണ്ടാമത്തെ കാര്യം. 15 വർഷമായി. അപ്പൊ സ്വാഭാവികമായിട്ടും CPM എന്താണോ ചെയ്തിരുന്നത് അതേ അണികളും അതേ പാറ്റേണും, അതായത്
അണികൾ മാറി, അണികൾ അതേപടി ഷിഫ്റ്റ് ചെയ്യും. കൊടി മാറിയത് മാത്രം. അതെ, കൊടി മാറിയെന്നില്ല. അപ്പം ഈ 15 വർഷം ആകുമ്പോഴേക്കും നമ്മൾ കാണുന്നത് ഏതാണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പോലെയുള്ള കൊലപാതകങ്ങളും രാഷ്ട്രീയ കൊലപാതകങ്ങളും അത്രയും ക്രൂരതയൊന്നും അവിടെ ഇല്ലെങ്കിലും മറ്റു തരത്തിലുള്ള വർഗീയമായിട്ടും മറ്റു തരത്തിലുള്ള ധ്രുവീകരണങ്ങളും മറ്റൊരുപാട് ഗുണ്ടായിസം ഒക്കെ ഉണ്ട്. ക്രിമിനലിസം രണ്ടാണ്. നമ്മളിപ്പം രാഷ്ട്രീയത്തിൽ CPM-ന്റെ ഉന്മൂലന രാഷ്ട്രീയമല്ല. അപ്പൊ അവിടെയാണ് എതിരാളികളെയും പാർട്ടിക്കകത്തുള്ളവരെയും അല്ല വരുതിക്ക് നിർത്തുക, തങ്ങളുടെ വരുതിക്ക് നിർത്തുക. കൊന്നു കുഴിച്ചു മൂടിയ നമുക്കല്ല ഉപ്പ് എന്നുള്ള കണ്ടുപിടിച്ചവരാണ്. ഈ മൃതശരീരത്തോടൊപ്പം ഉപ്പ് കൂടെ ഇതിട്ട് തെളിവ് നശിപ്പിക്കുന്ന പ്രക്രിയ ഇത് കേരളത്തിൽ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ നിന്ന് മമതാ ബാനർജി അത് അവരുടെ ചരിത്രമാണ്. അപ്പം പിന്നീട് 15 വർഷത്തെ ഭരണത്തിൽ അവർക്കുണ്ടായ ഒരു സ്വാഭാവികമായി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാകുന്ന ഭരണത്തിലിരിക്കുമ്പോഴുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും തൃണമൂൽ കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നത് അതൊരു ഭാഗത്ത്. രണ്ടാമത് കഴിഞ്ഞ ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുള്ള ഭരണമാറ്റവും അവിടുത്തെ ജനാധിപത്യ പ്രക്രിയ ജമാഅത്തെ ഇസ്ലാമിന്റെ നേതൃത്വത്തിലേക്ക് മാറുന്ന ഒരവസ്ഥയും ഇപ്പം ബംഗ്ലാദേശിൽ ഒരു ചെറിയ മാറ്റം വന്നുവെങ്കിൽ പോലും അത് ബംഗ്ലാദേശിലെ അത് വിശേഷിച്ച് അവിടുത്തെ ന്യൂനപക്ഷ ഹിന്ദു വിഭാഗങ്ങളെ ഒരുപാട് ക്രൂരമായ തരത്തിൽ ആക്രമിക്കുകയും ചെയ്തത് ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം ഒരു ഭാഗത്ത് 15 വർഷത്തെ ആന്റി ഇൻകംബൻസി ഫാക്ടർ, വ്യാപകമായ ക്രിമിനൽ വൽക്കരണവും വർഗീയവൽക്കരണവും, പിന്നെ ഈ തരത്തിലുള്ള നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു വികസന രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ വെൽഫെയർ മെഷേഴ്സ്, അത് ഞാൻ സൂചിപ്പിച്ചത് പലപ്പോഴും നമ്മൾ കാണുന്ന വെൽഫെയർ മെഷേഴ്സ് അവർ ചെയ്യുന്നുണ്ട് പലതരത്തിലും, വിശേഷിച്ച് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ആ തരത്തിലൊക്കെ ഉള്ള വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ. പക്ഷേ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരുപാട് വികസന സാധ്യതയുള്ള ഒരു സംസ്ഥാനം, സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴേ സാമ്പത്തികമായിട്ട് ഏറ്റവും മുന്നിൽ നിന്നൊരു സംസ്ഥാനം, അവരുടെ മാനവ വിഭവശേഷിയിൽ ഇന്ത്യയിലെ സമസ്ത മേഖലയിലും ഇപ്പൊ 50-ലും 60-ലും നമ്മുടെ സാംസ്കാരിക രംഗം, രാഷ്ട്രീയ രംഗം, മാധ്യമരംഗം, സിനിമ തുടങ്ങിയ എല്ലാ രംഗത്തും സാഹിത്യകാരൻ എല്ലാം തന്നെ ബംഗാളികളായിരുന്നു. അപ്പം CPM-ന്റെ ദുർഭരണത്തിൽ തകർന്നടിഞ്ഞ ബംഗാളിനെ തിരിച്ച് അതേ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഇപ്പൊ നമ്മൾ കാണുന്നത് 34 വർഷത്തെ CPM-ന്റെ ദുർഭരണത്തിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് ഇവിടെ കണ്ടത്. അതിനകത്ത് ഒരു വ്യത്യാസം കാണുന്നത് കുറച്ചുകൂടെ ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതായത് സാമ്പത്തികമായിട്ടും മറ്റുമൊക്കെ. ഇപ്പൊ ഉദാഹരണത്തിന് ഗേൾസ് കോളേജ് വിദ്യാഭ്യാസം നടത്തുന്ന പെൺകുട്ടികൾക്ക്, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ആ തരത്തിലൊക്കെ ഒരുപാട് ആനുകൂല്യങ്ങൾ ഇന്ന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് വെസ്റ്റ് ബംഗാളിലെ കോളേജുകളിലെല്ലാം പെൺകുട്ടികൾ ആണ് കൂടുതൽ. അതിന് പ്രധാന കാരണം അവർക്ക് ഓരോ മാസവും ഗവൺമെന്റ് കൊടുക്കുന്ന സപ്പോർട്ട്. ഇപ്പൊ ഞാനിപ്പോ നാക്കിന്റെ ഭാഗമായിട്ട് 6-7 വിസിറ്റ് നടത്തിയിട്ടുണ്ട് പല പ്രദേശ കോളേജിലൊക്കെ. പെൺകുട്ടികളാണ് കൂടുതൽ, കാരണം അവിടുന്ന് ആൺകുട്ടികൾ പലപ്പോഴും മൈഗ്രേറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ സ്വകാര്യ സംഭാഷണത്തിൽ സാറന്മാരെ ചോദിക്കുമ്പോൾ അവർ പറയും അവർ ജോലിക്കായിട്ട് ആൺകുട്ടികൾ ഹയർ എഡ്യൂക്കേഷനിൽ വരുന്നില്ല, പെൺകുട്ടികൾക്ക് ഈ സഹായം ഉള്ളതുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ മമതാ ബാനർജിയുടെ ഭരണം ആ തരത്തില് ഗുണപരമായ രീതിയിൽ, അല്ലെങ്കിൽ ഇത് സാമ്പത്തിക സഹായമേ വരുന്നുള്ളൂ. പക്ഷെ വികസനം എന്ന് പറയുന്നത് ഒരു വെൽഫെയർ മെഷർ അല്ലേ. നിങ്ങൾക്ക് പഠിക്കാൻ സഹായമുണ്ട്, തൊഴിലവസരങ്ങൾ വന്നില്ല. ഉദാഹരണത്തിന് IT മേഖലയിലോ ഇപ്പം നമ്മുടെ ഹൈദരാബാദിലും തമിഴ്നാട്ടിലും ഒക്കെ ഉണ്ടായതുപോലെയുള്ള വലിയ പുരോഗതി ആ തരത്തിൽ കൽക്കട്ടയ്ക്ക് വളരെ സാധ്യതകളുള്ള ഒരു സ്ഥലമാണ്. ഇൻഡസ്ട്രി കൊണ്ടുവരാൻ തുടങ്ങിയ ശ്രമങ്ങളാണ് പരാജയപ്പെട്ടു. കാരണം അത് കാരണം ഈ 35 വർഷത്തെ ഇടതുപക്ഷത്തിന്റെ ഒരു 35 വർഷത്തെ ഒരു ഭരണ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, ആ പശ്ചാത്തലത്തിൽ അവിടുത്തെ വ്യവസായ ലോകം മുഴുവനും തകർന്നു. നമ്മളൊരു കാലഘട്ടത്തിൽ രാഷ്ട്രീയ ബംഗാളിലെ ഈ ഭദ്രലോക് എന്ന് പറയുന്ന ബംഗാളിലെ മാന്യരായിട്ടുള്ള ഒരു സമൂഹമാണ്. യഥാർത്ഥത്തിൽ ബംഗാളിലെ ഒരു അപ്പർ ക്ലാസ് വേണമെങ്കിൽ പറയാം. അപ്പർ ക്ലാസ് എന്ന് പറയുന്നത് ബംഗാളിലെ OBC കുറവാണല്ലോ, 17% സമ്പന്നമുള്ളൂ. ഏതാണ്ട് 10% താഴെയാണ് OBC ഉള്ളത്. അതേസമയം 23% SC വിഭാഗങ്ങളും 5.5% STയും ഉണ്ട്. ബാക്കി വരുന്നത് ഫോർവേഡ് കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ ബംഗാളി ഭദ്രലോകം എന്ന് പറയുന്ന അവരിൽ വലിയ ശതമാനം പേര് അവിടെ നിന്ന് കുടിയേറി കഴിഞ്ഞു. അപ്പൊ ബീഹാറിലും ബംഗാളിലും ഒക്കെ ഉണ്ടായ ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ ഫലമായി 90-കളിൽ തന്നെ ഈ തരത്തിലുള്ള വലിയൊരു ഒഴുക്ക് അവിടെ നിന്നുണ്ടായിരുന്നു. ഇപ്പൊ ആക്ച്വലി ഉള്ള അവസാനത്തെ ഒരു ഫൈനൽ എന്താണ് അവിടുത്തെ പൊളിറ്റിക്കൽ ഇഷ്യൂസ്? ഇന്ന് ബംഗാളിലെ ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതിന്റെ പ്രധാന കാരണം 15 വർഷത്തെ തൃണമൂൽ ഭരണം അവർ അനുഭവിച്ചു. അപ്പം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദുർഭരണത്തിനെതിരായ ഒരു മുന്നേറ്റം നയിച്ച ജനകീയ നേതാവായ യുവ നേതാവായിരുന്ന മമതാ ബാനർജിയുടെ 15 വർഷത്തെ ഭരണ നേട്ടങ്ങൾ അല്ലെങ്കിൽ കോട്ടങ്ങൾ അത് ജനങ്ങൾ എൻജോയ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള അഡ്വാൻറ്റേജ് അവർക്കില്ല. ആന്റി ഇൻകംബൻസി ഫാക്ടർ വളരെ ശക്തമായിരുന്നു. രണ്ടാമത് അവിടുത്തെ ക്രമസമാധാന നില, മൂന്നാമത് അവിടുത്തെ വർഗീയപരമായ പ്രശ്നങ്ങൾ വളരെയധികം. നേരത്തെ പറഞ്ഞ ഈ മൈനോറിറ്റി പൊളിറ്റിക്സിനെ അതിജീവിച്ച് BJPക്ക് അധികാരത്തിൽ എത്താൻ പറ്റൂ?
അധികാരത്തിലെത്താൻ പറ്റും. കാരണം കാരണം വെറും മൈനോറിറ്റി മാത്രമല്ല തൃണമൂലിന്റെ ബാക്ക്ഗ്രൗണ്ട്. കാരണം മുസ്ലിം കൂടുതൽ പോപ്പുലേഷൻ കുറച്ച് ജില്ലകളിലായിട്ടാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതൊരു BJPയുടെ ഒരു വിഷയമായി വരില്ല. അപ്പം യഥാർത്ഥത്തിൽ തൃണമൂൽ കോൺഗ്രസിന് മുസ്ലിം സമൂഹത്തിന്റെ എൻ ബ്ലോക്ക് സപ്പോർട്ടും, കാരണം CPM-ഉം കോൺഗ്രസും ആ ഭാഗത്തില്ലല്ലോ. അപ്പൊ BJPക്ക് ബദലായിട്ട് സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷത്തിന്റെ സപ്പോർട്ട് കിട്ടും, മറ്റു വിഭാഗങ്ങളുടെ സപ്പോർട്ട് അവർക്കുണ്ടല്ലോ. അപ്പൊ ആ സപ്പോർട്ട് ബേസിൽ കോട്ടം തട്ടുമ്പോഴാണ് BJPക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാവുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് പശ്ചിമ ബംഗാൾ ഇന്ന് മാറ്റത്തിന്റെ പാതയിലാണ്. കാരണം 15 വർഷം ഒരു ജനനേതാവിന് അവർ നൽകി കഴിഞ്ഞു. അപ്പൊ അത് പ്രതീക്ഷിച്ച നേട്ടങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ചില കാര്യങ്ങളിൽ അവര് വിശേഷിച്ചും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് എടുത്തു പറയത്തക്ക വിഷയങ്ങൾ. പക്ഷെ ക്രമസമാധാന പാലനത്തിൽ ഗവൺമെന്റ് വളരെയധികം പുറകിലേക്ക് പോയി. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും മറ്റ് തൊഴിൽ മേഖലയിൽ ഒരു പുരോഗതിയും നമുക്ക് ദർശിക്കാൻ കഴിയില്ല. അപ്പൊ ആ തരത്തിലുള്ള ഒരു ഭരണത്തിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള വികസനോന്മുഖമായിട്ടുള്ള ഒരു ഭരണം പ്രതീക്ഷിക്കുന്നത് കൊണ്ട് മാത്രമല്ല, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ 2019, 2021-ലെയും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് 3 തെരഞ്ഞെടുപ്പുകളിലും BJPയുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 38 മുതൽ 40 വരെയാണ്. അപ്പൊ അതിലൊരു 2-3% ഇൻക്രീസ് ഉണ്ടായി കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസിനെ അതിജീവിക്കാൻ കഴിയും. അതായത് ഇപ്പം നമുക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, കേരളം, അസം. അപ്പൊ ഇതിനകത്ത് അസമിൽ ഒരു കണ്ടിന്യൂവേഷൻ വരികയാണ് ചെയ്യുന്നത്. ആകെ BJPക്ക് അനുകൂലമായ ഒരു, കാരണം പിന്നെ തമിഴ്നാട്ടിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. കേരളത്തിലും മാറ്റം ഉണ്ടെങ്കിലും അത് BJPക്ക് അനുകൂലമായ മാറ്റമാവാനുള്ള സാധ്യതയും കുറവാണ്. അങ്ങനെ വരുന്ന സമയത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം ബംഗാളാണ് ഇത്തവണത്തെ. ബംഗാളില് BJPക്ക് വളരെ അനുകൂലമായ സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം അത് ഞാൻ സൂചിപ്പിച്ച പോലെ ജനങ്ങൾ ഈ 15 വർഷത്തെ തുടർ ഭരണം കൊണ്ട് ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ച ജനങ്ങൾ ഒരു പുതിയ മാറ്റത്തിന് വേണ്ടിയിട്ട് കൊതിക്കുന്നുണ്ട്. അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങളും പശ്ചിമ ബംഗാളിൽ വളർന്നു വരുന്ന ഈ കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ട്. അതും BJPക്ക് ഒരു പരിധിവരെ BJP അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കമ്മ്യൂണൽ ഡിവൈഡ് എന്ന് ഉദ്ദേശിച്ചത് അക്രമങ്ങൾ. അപ്പൊ അതിൽ ഒരു 2 സമുദായങ്ങളായിട്ടുള്ള സംഘർഷമല്ല അവിടെ ഉണ്ട്. അപ്പം ഏതാണ്ട് ഒരു സിംഗിൾ മെജോറിറ്റി കിട്ടാനുള്ള സാധ്യത അങ്ങനെ അവിടെ മറ്റു കക്ഷികൾ ഇല്ലല്ലോ. അവിടെ തൃണമൂൽ കോൺഗ്രസ് വേഴ്സസ് BJP എന്നുള്ള തലത്തിലല്ല. അഭിപ്രായം ഇത്തവണ ഏതായാലും BJPക്ക് അധികാരം BJPക്ക് ഏറ്റവും അനുകൂലമായ ഒരു അന്തരീക്ഷമാണ്. അത് ബംഗ്ലാദേശിലെ വിഷയങ്ങളൂടെ വന്നതോടെ BJPക്ക് കുറച്ചുകൂടി അനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം BJPയുടെ വോട്ട് ഷെയർ ഞാൻ സൂചിപ്പിച്ച കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഒരു ബേസ് ഉണ്ട്. അതിലൊരു 2% വർധനവിന്റെ ആവശ്യമേ BJPക്ക് വരുന്നുള്ളൂ. പക്ഷേ ഇടതുപക്ഷം കോൺഗ്രസും അവിടെ ഫീൽഡിൽ തന്നെ പൂർണ്ണമായി 2021 പോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് ഒരു കാര്യമായ റോൾ ഉണ്ടാവില്ല. കഴിഞ്ഞ നിയമസഭയിലും അവർക്ക് ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും അംഗങ്ങൾ ഉണ്ടായില്ല. അത് തന്നെ തുടരാനാണ് സാധ്യത. ഇപ്പോൾ നടക്കുന്ന 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശുഭപ്രതീക്ഷയുള്ളതും അല്ലെങ്കിൽ BJP കേന്ദ്ര നേതൃത്വം വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതുമായ പശ്ചിമ ബംഗാളിൽ, പശ്ചിമ ബംഗാളിൽ BJP അധികാരത്തിൽ വരും, അതിനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഡോക്ടർ ജയപ്രസാദിന്റെ അഭിപ്രായം.